കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ നടക്കുന്ന മനുഷ്യക്കടത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. മോഡലിംഗിന് എന്ന പേരിൽ സ്ത്രീകളെ വിദേശത്തേക്ക് എത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തുന്നതായും കൊടിയ പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നതായും കണ്ടെത്തലുണ്ട്. നഗ്ന വീഡിയോകളും ചിത്രങ്ങളും എടുത്ത് കുടുംബത്തിന് അയച്ചു നൽകി ഒറ്റപ്പെടുത്തുന്നതും കടത്ത് സംഘത്തിന്റെ ക്രൂര വിനോദമാണ്. നടക്കുന്ന സംഭവങ്ങൾ വെളിപ്പെടുത്തുന്ന യുവതിയുടെ ശബ്ദ സന്ദേശമടക്കം പുറത്തു വന്നിട്ടുണ്ട്. മോഡലിംഗിനെ മറയാക്കി കൊച്ചിയിൽ പ്രവർത്തിച്ചത് അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് സെക്സ് റാക്കറ്റ്. ഈ നിഷ്ഠൂര സംഘത്തിന് നേതൃത്വം നൽകിയത് സിന്ധു അലീന, മഞ്ജിമ എന്നിവരാണെന്ന് പോലീസ് കണ്ടെത്തി. എറണാകുളം മരട് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിൽ നിന്നാണ് സംഘത്തിന്റെ അടിവേര് വരെ പോലീസ് എത്തിയത്. മോഡലിംഗ് മേഖലയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി ജോലി വാഗ്ദാനം ചെയ്താണ് പരാതിക്കാരിയെ സമീപിച്ചത്. വിസയ്ക്കായി 4 ലക്ഷം രൂപ വാങ്ങി. തുടർന്ന് വിദേശത്തേക്ക് എത്തിച്ചു. പിന്നെ നടന്നത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പീഡന പരമ്പരയാണ്. ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിക്കും. ഡെയിലി ഡ്രിങ്ക്സിലും ഈവൻ പച്ചവെള്ളത്തിൽ പോലും ഓരോന്ന് കലക്കി തരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു ഫീലാണ് അവിടെ ഉണ്ടാവുക. ശാരീരികവും മാനസികവുമായി തകർത്താണ് യുവതികളെ കൊടിയ പീഡനത്തിന് ഇരയാക്കുന്നത്. വിദേശത്തെത്തിയാൽ യുവതികളുടെ പാസ്പോർട്ടും മൊബൈലും പിടിച്ചുവെക്കും. വെള്ളത്തിൽ ലഹരി വസ്തു കലർത്തി പീഡനത്തിനിരയാക്കും. ഇതിന്റെ ദൃശ്യം പകർത്തും. അത് കുടുംബാംഗങ്ങൾക്ക് അയച്ചു കൊടുത്ത് മാനസികമായി തകർക്കും. എന്നിട്ടും പ്രതിരോധിക്കുന്നവരെ കായികമായി നേരിടും. വിപുലമായ അന്വേഷണത്തിനൊടുവിൽ മുംബൈയിൽ നിന്നാണ് മുഖ്യപ്രതി സിന്ധുവിനെ പോലീസ് പിടികൂടിയത്. വിദേശത്തേക്കു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വലയിലായത്. സിന്ധുവിനൊപ്പം പ്രവർത്തിച്ച അലീന എബ്രഹാം, മഞ്ജിമ എന്നിവരെയും പോലീസ് പിടികൂടി. പൊന്നാനിയിൽ നിന്നാണ് മഞ്ജിമയെ പിടികൂടിയത്. കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ളയാളാണ് അലീനയെന്ന് പോലീസ് കണ്ടെത്തി. ഇവർ നേരത്തെയും ക്രിമിനൽ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ അറിയിച്ചു. എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ ഫോണൊക്കെ തന്നില്ല, പാസ്പോർട്ടൊക്കെ മാറ്റി വെച്ച് കുറച്ച് വളരെ ഗുരുതരമായിട്ടാണ് പ്രഷർ. ഫോട്ടോ വീഡിയോഗ്രാഫി എടുത്ത് പിന്നെ ഫർദറായിട്ട് അത് കോപ്പറേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള അങ്ങനെ ഒരു രീതിയിൽ പോയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് കേസ് എടുത്ത് ഒരു ടീം രൂപീകരിച്ച് പെരുമ്പാവൂരിലെ ഗുണ്ടാ നേതാവ് നിയന്ത്രിക്കുന്ന പെൺവാണിഭ സംഘത്തിലെ അംഗങ്ങളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ ഗുണ്ടാ നേതാവിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതും. കേസിൽ ഇനിയും കൂടുതൽ പ്രതികളുണ്ടാകും, വലിയ വെളിപ്പെടുത്തലുകളും ഉണ്ടാകും. ഇരയായ പല ആളുകളും പരാതി നൽകിയിട്ടില്ല. ഉടൻ തന്നെ അവരും പരാതി നൽകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘവും. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.